Eldos P. Kunnapallil, not in the seat. Eldos P. Kunnapallil, not in the seat. ഇന്നലെ കൽപ്പറ്റയിൽ ഒരു കൂവലുയർന്നു. ഒരുപക്ഷെ ലോകം കണ്ട കേട്ട ഏറ്റവും ശക്തമായ കൂവലായിരിക്കും അത്. ടി സിദ്ദീഖ് പ്രസംഗിക്കാൻ എണീറ്റപ്പോൾ ഉണ്ടായ കൂവൽ. ഞാൻ അതിനെ ന്യായീകരിക്കുന്നില്ല. അങ്ങനെ ഉണ്ടാവാൻ പാടില്ലായിരുന്നു. അങ്ങനെ കൂവിയവരോട് അരുതേ എന്ന് പറയാൻ വസീഫ് അടക്കമുള്ള ഡിവൈഎഫ്ഐയുടെ നേതാക്കളും സജീവമായിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും ഇപ്പോൾ പോരാ. ഇപ്പോൾ വി ഡി സതീശനടക്കം ഇളകിയിട്ട് കോൺഗ്രസിന്റെ സകല നേതാക്കളും വന്നിട്ട് അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാണ്. ആ പറയുന്നത് ആർക്ക് നേരെയാ? പിണറായിക്കൊക്കെ അത് നേരെയാ പറയുന്നത്. ആളുകളെ വിളിച്ചു വരുത്തി കമ്മ്യൂണിസ്റ്റുകാരെ കൂലിക്ക് കൊണ്ടുവന്ന് കൂക്കിച്ചതാണ് എന്നാണ് വി ഡി സതീശനൊന്ന് ഒക്കെ ഇപ്പൊ ഇങ്ങനെ നാടൊട്ടുക്കും പറഞ്ഞ് പ്രസംഗിച്ച് പത്രക്കാരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇല്ലേ? നിയമസഭക്കകത്ത് വെച്ച് പിണറായി വിജയനെ പി കെ ബഷീർ അടക്കം കൂവിയപ്പോ എവിടെ ഉണ്ടായിരുന്നു ഈ പ്രതിപക്ഷ നേതാവിന്റെ മാന്യത? ചോദ്യം നമ്പർ 121 എൽദോസ് പി കുന്നപ്പള്ളിൽ നോട്ട് ഇൻ ദ സീറ്റ്. ചോദ്യം നമ്പർ 122 ശ്രീ ടി പി രാമകൃഷ്ണൻ. നമ്പർ 121 എൽദോസ് പി കുന്നപ്പള്ളിൽ നോട്ട് ഇൻ ദ സീറ്റ്. ചോദ്യം നമ്പർ 122. യെസ്. ചോദ്യം നമ്പർ 121 എൽദോസ് പി കുന്നപ്പള്ളിൽ നോട്ട് ഇൻ ദ സീറ്റ്. ചോദ്യം നമ്പർ 122. ചോദ്യം നമ്പർ 121 എൽദോസ് പി കുന്നപ്പള്ളിൽ നോട്ട് ഇൻ ദ സീറ്റ്. ചോദ്യം നമ്പർ 122 ശ്രീ ടി പി രാമകൃഷ്ണൻ. യെസ്. ചോദ്യം നമ്പർ 121 എൽദോസ് പി കുന്നപ്പള്ളിൽ നോട്ട് ഇൻ ദ സീറ്റ്. ചോദ്യം നമ്പർ 122. നമ്പർ 121 എൽദോസ് പി കുന്നപ്പള്ളിൽ നോട്ട്. അത് തടസ്സപ്പെടുത്തിയോ നിങ്ങൾ? ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ അനുശോചന യോഗത്തിന് വന്ന പിണറായിയെ അവിടെ കൂക്കില്ലേ? അത് തടസ്സപ്പെടുത്തിയോ നിങ്ങൾ? രാഷ്ട്രീയപരമായി മാത്രമേ ഉമ്മൻചാണ്ടിക്കെതിരെ പിണറായി പ്രസംഗിച്ചിട്ടുള്ളൂ. അദ്ദേഹം അസുഖബാധിതനായിരുന്നപ്പോൾ ഈ മകനെ പോലെ ഉണ്ടായിരുന്ന സിദ്ദീഖ് പോലും തിരിഞ്ഞു നോക്കാത്ത കാലത്ത് ഈ ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ സൗകര്യങ്ങൾ അന്വേഷിച്ച് ചെന്നതും അവിടെ പോയി എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടികളും അടക്കം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ സാക്ഷ്യപ്പെടുത്തിയ ഒരു മനുഷ്യന്റെ മരണത്തിൽ അനുശോചിക്കാൻ പോയപ്പോൾ പിണറായിയെ കൂക്കിയപ്പോൾ എവിടെ ഉണ്ടായിരുന്നു വി ഡി സതീശന്റെയും ഈ കോൺഗ്രസ് നേതാക്കളുടെയും ഒക്കെ ധാർമ്മിക ബോധം? അതവിടെ നിൽക്കട്ടെ. കൂക്കിയതിനെ നമ്മൾ അംഗീകരിക്കുന്നില്ല. പക്ഷെ ആരായാലും കൂകിപ്പോകുന്നു. എന്താ പ്രശ്നം? ഇവിടെ ദുരന്തമുണ്ടായപ്പോൾ ഞാനുണ്ടായിരുന്നു എന്ന് സിദ്ദീഖ് പറഞ്ഞല്ലോ. എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നല്ലോ. നൈസ മോളുടെ കവിളിൽ തലോടിയിട്ട് ആ ചിത്രം ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിച്ച് കാരുണ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന് വീമ്പിളക്കിയ മനുഷ്യനെ പിന്നെ ഈ വഴിക്ക് കണ്ടിട്ടില്ല. ഇന്നലെ നൈസ മോളെ വീണ്ടും ലോകം കണ്ടത് അവൾക്ക് ഒരു വീടുണ്ടാക്കി കൊടുത്ത് അതിന്റെ താക്കോൽ കൊടുക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മടിയില്ല. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ സകല മനുഷ്യരുണ്ടായിരുന്നു. അങ്ങനെ ഒറ്റപ്പെട്ടു പോയ ഒരുപാട് മനുഷ്യർ, ആ മനുഷ്യർക്ക് വീടുണ്ടാക്കാനുള്ള വലിയ യജ്ഞം ആരംഭിച്ചപ്പോൾ അതിന്റെ തുടക്കത്തിലും എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ വീടുണ്ടാക്കുന്ന ഘട്ടത്തിലെത്തിയപ്പോൾ ലീഗും കോൺഗ്രസും പറഞ്ഞു ഞങ്ങൾ വേറെ ഉണ്ടാക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ പോവാണ്. ശരി, ലീഗ് പോയി അവരുണ്ടാക്കി. എല്ലാ പൂർണ്ണ സൗകര്യങ്ങളും ഇല്ലെങ്കിലും അത്യാവശ്യം മോശമല്ലാത്ത വീടുണ്ടാക്കി. നമ്മൾ അതിനെ അഭിനന്ദിക്കുക തന്നെ വേണം. കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ അതിനെ അഭിനന്ദിക്കണം. അഭിനന്ദിക്കുന്നു. പക്ഷെ കോൺഗ്രസ് ഉണ്ടാക്കിയോ? ഉണ്ടാക്കിയില്ല. ഞാൻ അതിന്റെ തരികിടയിലേക്ക് ഒന്നും ഇപ്പൊ കിടക്കുന്നില്ല. 1000 വട്ടം പറഞ്ഞതാ ഇല്ലേ? പറഞ്ഞാൽ അത്യാവശ്യം ഒരു ബോധ്യമുള്ള മനുഷ്യരോട് പറഞ്ഞിട്ടല്ലേ ഇത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഭദ്ര ചെവിയിൽ വേദം ഊതിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇപ്പൊ വി ഡി സതീശൻ പറഞ്ഞല്ലോ, കൂബിൻ മിസ്റ്റർ വി ഡി സതീശൻ അവിടെ 4-5 ദിവസം മുമ്പ് വരെ ഈ കേരളത്തിൽ നിങ്ങൾ നടന്ന് പ്രസംഗിച്ചതും പറഞ്ഞു എന്താ? ഇത്രയായിട്ടും ഒരു വീടുണ്ടാക്കിയോ ഗവൺമെന്റ്? ഒരു വീടുണ്ടാക്കിയോ പിണറായി? നായികക്ക് 40 വട്ടം ഒരു ദിവസം നിങ്ങൾ ചോദിച്ചില്ലേ? അപ്പോ അങ്ങ് കൽപ്പറ്റയുടെ ടൗൺഷിപ്പിൽ വീടല്ല, ഒരു നഗരം ഉണ്ടാക്കി കൊടുക്കുക. ഒരു നഗരത്തിന്റെ പ്രാന്തത്തിൽ തൊട്ടടുത്ത് ആ നഗരം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ 415 വീടുകൾ അവസാന മിനുക്കുമണിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ദിവസങ്ങളിൽ പോലും 4-5 ദിവസം മുമ്പ് പോലും ഈ കേരളത്തിന്റെ പൊതുബോധ്യത്തെ കളിയാക്കിക്കൊണ്ട് വി ഡി സതീശ നിങ്ങൾ പറഞ്ഞതെന്താ? ഒരു വീടുണ്ടാക്കിയിട്ടുണ്ടോ? കൽപ്പറ്റയുടെ MLA ടി സിദ്ദീഖിന് മനസ്സിലായി, പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കൺമുമ്പിൽ അയാൾ കാണുന്നുണ്ട് ഈ വീടും ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നത്. അയാൾ പോയി എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ എനിക്കും കൂടി അവകാശപ്പെട്ടതാണ്, ഞങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ്. സിദ്ദീഖ് കൊടുത്തിട്ടുണ്ട് പണം, ഞങ്ങൾ സമ്മതിക്കുന്നു. നിങ്ങൾ എത്ര പേര് കൊടുത്തിട്ടുണ്ട്? 8-10 ആൾ കൊടുത്തത് 19 ലക്ഷം എത്തിച്ചില്ലാനാ വന്നത്. വളരെ കൃത്യമായ കണക്ക് മന്ത്രിമാരടക്കം പറഞ്ഞല്ലോ. ഒരു വീടുണ്ടാക്കാനുള്ള പണം കൊടുത്തില്ല. മനസ്സിലായില്ല. DYFI മാത്രം കൊടുത്തിട്ടുണ്ട് ഈ 100 വീടുണ്ടാക്കാൻ 20 കോടി രൂപ. ഇന്നലെ 174 വീട്ടുകാർക്ക് ടെലിവിഷൻ കൊടുത്തു. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും കിടക്കുന്നില്ല. മനസ്സിലായോ? കോൺഗ്രസ് കൊടുത്തോ? ഉണ്ടാക്കിയിട്ടില്ലല്ലോ. നിങ്ങളുടെ പണം അവിടെ ഉണ്ട്. ഞാൻ അതിലേക്കും കിടക്കുന്നില്ല. എന്നിട്ട് എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ ഇതിന്റെ നേതൃത്വമൊക്കെ ഉണ്ട്, ആനയാണ് കുതിരയാണ് എന്നൊക്കെ പറഞ്ഞ് അതിൽ നടന്നിട്ട് സിദ്ദീഖെ മെനിയാന്ന് എന്താ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞ് ഈ വീടിന്റെ താക്കോൽ ദാന കർമ്മം നടത്തുന്നത് തെരഞ്ഞെടുപ്പ് തട്ടിപ്പാണ് എന്നല്ല പറഞ്ഞത് ഇല്ലേ?
അതിന്റെ തലേ ദിവസം, ഉദ്ഘാടനത്തിന്റെ തലേ ദിവസം വന്ന് നിങ്ങളുടെ ലോക നേതാവ്, അഖിലേന്ത്യാ നേതാവ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞെന്താ, എന്തിനാ ഞങ്ങൾ സർക്കാരിന് പൈസ കൊടുക്കുന്നത്? ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന എവിടെ ഉണ്ട്? ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല. എന്തിനാ സർക്കാരിന് കൊടുക്കുന്നത്? സർക്കാരിനെ അപഹസിച്ച് എന്നിട്ട് ആ വീടൊക്കെ ചുറ്റിക്കറങ്ങി, സർക്കാരുണ്ടാക്കിയ വീടൊക്കെ ചുറ്റിക്കറങ്ങിയിട്ട് ഇങ്ങനെ പോവാണ്. സർക്കാർ എന്ന് പറഞ്ഞാൽ എല്ലാവരുമാണ്. പക്ഷേ സർക്കാരിന് പണം കൊടുക്കണ്ടെന്ന് താഴെ തട്ട് മുതൽ ദേശീയ നേതാക്കൾ വരെ പറയാം. ഉദ്ഘാടനത്തിന്റെ തലേ ദിവസം ഈ സിദ്ദീഖ് പറയാണ്, ഈ താക്കോൽ ദാന ചടങ്ങുണ്ടല്ലോ അത് തെരഞ്ഞെടുപ്പ് തട്ടിപ്പാണ്. അങ്ങനെ തട്ടിപ്പാണ് നടക്കുന്നതെങ്കിൽ പ്രതിപക്ഷ പിന്നത്തെ MLA VD സതീശ അല്ല ടി സിദ്ദീഖ് ആ വേദിയിൽ ഇരിക്കാൻ പാടോ? അത്യാവശ്യം മാന്യതയുള്ള ഒരു മനുഷ്യൻ ഇരിക്കാൻ പാടോ? തലേ ദിവസം പറയാണ് ഇത് തട്ടിപ്പാണ്. നിങ്ങൾ അവിടെ വന്നിരുന്നു. സ്വാഭാവികമായി ഇതൊക്കെ കാണുന്ന മനുഷ്യരുണ്ട്. ക്ഷമിച്ചും പൊറുത്തും ഇതെല്ലാം കേട്ടു നിന്ന മനുഷ്യർ ക്ഷമക്ക് അതിലുണ്ടാവും. അപ്പൊ ചിലപ്പോൾ അവർ പൊട്ടിപ്പോവും ഇല്ലേ? ആ വൈകാരികതയിൽ നിന്ന് ഉയർന്നതാണ് ഒരുപക്ഷെ ലോകം കേട്ട ഏറ്റവും വലിയ കൂക്കി വിളിച്ചത് തെറ്റാണ്. വസീഫ് പറഞ്ഞ തന്നെ ശരി, അങ്ങനെ കൂക്കി വിളിക്കാൻ പാടില്ല. വസീഫ് അടക്കമുള്ള നേതാക്കന്മാർ സമാധാനിക്കാൻ വന്നപ്പോഴും നിങ്ങളിപ്പോൾ തലേ കയറിയിട്ട് പറയാം. പിന്നെ പറയാണ് രാജൻ മിനിസ്റ്റർ ഏറ്റവും വൈകാരികമായി കണ്ണീർ രംഗങ്ങൾ ഒരുപാട് അദ്ദേഹത്തെ കണ്ടപ്പം അവിടുത്തെ ദുരന്തം അനുഭവിച്ച് ഓടി വന്ന് കെട്ടിപ്പിടിച്ചതൊക്കെ ഈ നാട് കണ്ടതാ. വൈകാരികമായ ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് സിദ്ദീഖിന് പൊള്ളി അത്രേ. കല്ല് വെച്ച് പോകുന്നവരല്ല ഞങ്ങൾ, ആ കല്ലിന് മുകളിൽ കല്ല് വെച്ച് വീടുണ്ടാക്കി അർഹതപ്പെട്ട കരങ്ങളിൽ ഏൽപ്പിക്കും എന്ന് ഉത്തരവാദിത്തോടെ അങ്ങനെ ചെയ്ത് കാണിച്ച ഒരു മനുഷ്യൻ പറഞ്ഞപ്പം എന്തിനാ സിദ്ദീഖ് നിങ്ങൾക്ക് പൊള്ളുന്നത്? കിണ്ണം കട്ടവന് എന്നെ കണ്ട കിണ്ണം കട്ടവനാണെന്ന് തോന്നുമെന്ന് ഒരു പഴമൊഴിയുണ്ട്. എന്നതുപോലെ കല്ല് വെച്ച് പോകുന്നവരല്ല ഞങ്ങൾ എന്നാ പറഞ്ഞത് മിനിസ്റ്റർ രാജൻ. അത് നിങ്ങളെക്കുറിച്ചാണെന്ന് നിങ്ങൾക്ക് എന്താ തോന്നാൻ കാരണം? നിങ്ങൾ കല്ല് വെച്ച് പോകുന്ന അനുഭവങ്ങളുണ്ടോ? എന്നിട്ട് 10 പരിഭവം. അപ്പോൾ കല്ലും കൂവലും ഒക്കെ സ്വാഭാവികമായി വന്നതാണ്, നിങ്ങൾ പറയിപ്പിച്ചതാണ്, നിങ്ങൾ ഉണ്ടാക്കി തീർത്തതാണ്. ജനത്തിനൊരു ക്ഷമയുണ്ട്. ആ ക്ഷമയുടെ അങ്ങേയറ്റത്താ പറഞ്ഞത്. ഞാൻ ആ കൂക്കിനെ ന്യായീകരിക്കുന്നില്ല. പക്ഷെ ഇനിയും അതിനെക്കുറിച്ച് പറയേണ്ട, കൂവിയത് തെറ്റായിപ്പോയി എന്ന് ഞങ്ങളുടെ നേതാക്കൾ എന്നെ പലരും പറഞ്ഞിട്ടുണ്ട്. പിന്നെയും അതിന്റെ മുകളിൽ കയറുമ്പോൾ ആവർത്തിച്ച് പറയേണ്ടി വരും, കൂക്ക് നിങ്ങൾ ചോദിച്ചു വാങ്ങിയതാണ്.